നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം സ്തംഭിക്കും. ഫെബ്രുവരി 12 വ്യാഴാഴ്ച. ദേശീയ പണിമുടക്ക്. കേരളം ബന്ദിലേക്ക്. ചക്രങ്ങൾ ഉരുളില്ല. തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ ഫെബ്രുവരി 12 വ്യാഴാഴ്ച കേരളം നിശ്ചലമാകും. ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രമുഖ തൊഴിലാളി സംഘടനകളെല്ലാം സമരരംഗത്തുള്ളതിനാൽ സംസ്ഥാനം ഒരു ബന്ദിന്റെ പ്രതീതിയിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. 24 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പണിമുടക്ക് സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിക്കും. KSRTCയിലെയും സ്വകാര്യ ബസ്സുകളിലെയും ഭൂരിഭാഗം യൂണിയനുകളും പണിമുടക്കിന് നോട്ടീസ് നൽകിക്കഴിഞ്ഞു. ഇതോടെ പൊതുഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. ഓട്ടോറിക്ഷകൾ, ടാക്സികൾ, ഓൺലൈൻ ടാക്സി വാഹനങ്ങൾ എന്നിവ നിരത്തിലിറങ്ങില്ലെന്ന് തൊഴിലാളി നേതാക്കൾ വ്യക്തമാക്കി. ലോറി ഉൾപ്പെടെയുള്ള ചരക്ക് നീക്കവും സ്തംഭിക്കും. ബാങ്കിങ് മേഖലയിലെ പ്രമുഖ സംഘടനകൾ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ സാമ്പത്തിക ഇടപാടുകളും തടസ്സപ്പെടും. പെട്രോൾ പമ്പ് തൊഴിലാളികളും സമരത്തിൽ പങ്കുചേരുന്നതിനാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ഇന്ധന പമ്പുകളും അടഞ്ഞുകിടക്കും. മിക്കവാറും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കില്ല. ആശ്വാസമായി അവശ്യ സർവീസുകൾ. അത്യാഹിത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആശുപത്രി വാഹനങ്ങൾ, ആംബുലൻസുകൾ എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പത്രം, പാൽ വിതരണം, മെഡിക്കൽ ഷോപ്പുകൾ എന്നിവയുടെ പ്രവർത്തനം തടസ്സപ്പെടില്ല. മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹങ്ങൾക്കായി പോകുന്ന വാഹനങ്ങളെ തടയില്ലെന്ന് സമരസമിതി അറിയിച്ചിട്ടുണ്ടെങ്കിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. യാത്രക്കാർ കുടുങ്ങിയേക്കും. ട്രെയിൻ സർവീസുകൾ സാധാരണ നിലയിൽ നടക്കുമെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങുന്ന യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വാഹനങ്ങൾ ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയുണ്ടാക്കും. ദീർഘദൂര യാത്രക്കാരെ സഹായിക്കാൻ പ്രധാന സ്റ്റേഷനുകളിൽ പോലീസ് കൺവോയ് സംവിധാനം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രക്കാർ സ്വന്തം വാഹനങ്ങൾ ക്രമീകരിക്കേണ്ടി വരും. പണിമുടക്ക് കണക്കിലെടുത്ത് വിവിധ സർവകലാശാലകൾ വ്യാഴാഴ്ച നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. അർദ്ധരാത്രി 12-ന് പണിമുടക്ക് തുടങ്ങുന്നതോടെ ചരക്ക് ലോറികൾ അതിർത്തികളിൽ യാത്ര അവസാനിപ്പിക്കും. പുലർച്ചെ എത്തുന്ന ദീർഘദൂര ബസ്സുകളിലെ യാത്രക്കാർ പെരുവഴിയിലാകാൻ സാധ്യതയുള്ളതിനാൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പോലീസ് കാവൽ ശക്തമാക്കും. പണിമുടക്ക് ദിവസം അത്യാവശ്യ യാത്രകൾക്കായി നിരത്തിലിറങ്ങുന്ന സ്വകാര്യ വാഹനങ്ങളെ സമരക്കാർ തടയില്ലെന്നാണ് അറിയിപ്പെങ്കിലും പലയിടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു.